ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചാണ്, അതായത് യൂണിവേഴ്സൽ ലോസ്. ഈ പ്രപഞ്ചം ഒരു മാന്ത്രിക ലോകം പോലെയാണല്ലേ. ഇവിടെ എല്ലാം ഒരു താളത്തിൽ, ഒരു ചിട്ടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ചില ശക്തികളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും എല്ലാം ചില നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളല്ലിത്. കാലത്തിനും ദേശത്തിനും അതീതമായി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചില നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, മറിച്ച് നമ്മളെ കൂടുതൽ വിവേകത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഭൂതകാലത്തെ രൂപപ്പെടുത്തിയെടുത്തതും ഭാവിയെ സ്വാധീനിക്കുന്നതും ഈ നിയമങ്ങളാണ്. എന്നാൽ അതിലെല്ലാം പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ പ്രകാശനമാക്കാൻ ഈ നിയമങ്ങൾക്ക് കഴിയും. ഈ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ വെറും അറിവ് മാത്രമല്ല, ഒരു ഉൾക്കാഴ്ചയും പരിവർത്തനവും നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഓരോ നിയമത്തെക്കുറിച്ച് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെ നിയമമാണ് ഏകതത്വത്തിൻ്റെ നിയമം, ലോ ഓഫ് ഡിവൈൻ വണ്ണസ്. നമ്മൾ ശരിക്കും സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും അല്ലേ വണ്ണസ് എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഒരു അദൃശ്യമായ ബന്ധമുണ്ട് എന്നാണ് ഈ നിയമം പറയുന്നത്. നമ്മളെല്ലാവരും ഓരോ ദിവ്യശക്തിയുടെ അനന്തമായ ഊർജത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യവും, ചിന്തിക്കുന്ന ഓരോ ചിന്തയും, പറയുന്ന ഓരോ വാക്കും നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുകയും മൊത്തത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ നിയമം ഓർമ്മിപ്പിക്കുന്നു. ഏകത്വത്തിൻ്റെ നിയമം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആരും ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ഈ യാത്രയിൽ ഒരുമിച്ചാണ്. നമ്മൾ വെറും കടലിലെ തുള്ളികളല്ല, മറിച്ച് ഓരോ തുള്ളിയിലും കടൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഒരേ ദിവ്യശക്തിയുടെ ഭാഗമാണെങ്കിൽ, സ്നേഹവും ദയയും അനുകമ്പയും എല്ലാ ബന്ധങ്ങളിലും സ്വാഭാവികമായ പ്രതികരണങ്ങളായിട്ട് മാറും. മറ്റുള്ളവരെ നമ്മൾ നമ്മളെപ്പോലെ ബഹുമാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. ഒരാൾക്ക് മുറിവേൽക്കുമ്പോൾ അത് നമുക്ക് തന്നെ മുറിവേൽക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സുവർണ നിയമം പോലെയാണ്. നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോടും പെരുമാറുക. ഈ നിയമം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത്, നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ദിവ്യത്വത്തെ തിരിച്ചറിയാൻ തുടങ്ങുക. ഓരോ ഇടപെടലിലും ദയയും മനസ്സിലാക്കാനുള്ള അവസരമായിട്ട് കാണുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഐക്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ വാക്കുകളിൽ പ്രതിഫലിക്കട്ടെ. മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ വൃക്ഷത്തിൻ്റെ ശാഖകളാണെന്ന് മനസ്സിലാക്കി സഹാനുഭൂതിയോടെ കേൾക്കുക. അതായത്, എല്ലാ മനുഷ്യരിലും ദൈവീകത കാണുക. നിങ്ങളുടെ അടുത്തുള്ള ചായക്കടക്കാരനെയോ ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്ന അയൽക്കാരനെയോ എല്ലാവരോടും നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ബഹുമാനത്തോടെ പെരുമാറുക. നമ്മൾ മലയാളികൾ പറയാറില്ലേ, മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന്. നിങ്ങളുടെ വാക്കുകളിൽ ഐക്യം പ്രതിഫലിപ്പിക്കട്ടെ. നിങ്ങളുടെ കേൾവി സഹാനുഭൂതിയോടെ ആയിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഏകത്വത്തിൻ്റെ നിയമം, അതായത് ലോ ഓഫ് വണ്ണസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ നിയമമാണ് സ്പന്ദനത്തിൻ്റെ നിയമം. അതും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വൈബ്രേഷൻ്റെ നിയമം, ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു നിയമം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയതാണ്. അതായത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഏത് നിയമത്തിനെ കുറിച്ചാണ്? ലോ ഓഫ് അട്രാക്ഷൻ മാത്രം നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളൂ. ഈ പറയുന്നതൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടെങ്കിലും കോമൺ ആയിട്ട് ആൾക്കാർ കൂടുതലായിട്ടും കേട്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. പക്ഷേ പ്രപഞ്ച നിയമത്തിലെ ഒരു നിയമം മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി ഞാൻ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് പറയാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാം
ഏറ്റവും വലിയ ഗാലക്സികൾ മുതൽ ഏറ്റവും ചെറിയ കണികകൾ വരെ, അതായത് ഒരു ബീച്ചിലെ മണൽത്തരികൾ വരെ എല്ലാം ഒരു വൈബ്രേഷനാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പോലും ഓരോ പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഒന്നും നിശ്ചലമല്ല, എല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. വ്യത്യസ്തമായ ഫ്രീക്വൻസിയിൽ നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? കൂടുതൽ പണമാണോ? അതിൻ്റെ വൈബ്രേഷനുമായി നിങ്ങളുടെ മനസ്സ് ട്യൂൺ ചെയ്യണം. ഇത് റേഡിയോ മാംഗോ കേൾക്കാൻ റേഡിയോ ട്യൂൺ ചെയ്യുന്നതിന് സമാനമാണ്. നിങ്ങളുടെ ഫ്രീക്വൻസി സംശയമോ ഭയമോ ആണെങ്കിൽ സമൃദ്ധി എന്നത് ആകർഷിക്കുകയില്ല. എന്നാൽ സന്തോഷവും നന്ദിയും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞാൽ നിങ്ങൾ ഒരു കാന്തം പോലെ നല്ല കാര്യങ്ങൾ ആകർഷിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആദ്യം സ്നേഹം അനുഭവിക്കണം. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ നിയമം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് യോജിപ്പിക്കണം. നിങ്ങൾ നക്ഷത്രങ്ങൾക്കിടയിലാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു നക്ഷത്രത്തെ പോലെ നിങ്ങൾ തോന്നണം. ഈ നിയമം തിരിച്ചറിയുന്നത് നമ്മളെയും ലോകത്തിലെ നമ്മുടെ സ്ഥാനത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്നു. നമ്മൾ വെറും ഭൗതിക ശരീരങ്ങളല്ല, ചില ഫ്രീക്വൻസികളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഊർജ രൂപങ്ങളാണ്. ഈ വൈബ്രേഷൻ നമ്മുടെ അനുഭവങ്ങളെയും ഇടപെടലുകളെയും യാഥാർത്ഥ്യത്തെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സന്തോഷവും പോസിറ്റീവ് ചിന്തകളും ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതും ഉയർന്ന വൈബ്രേഷനിൽ ഉള്ളതുപോലെയും തോന്നും. അതുപോലെ നിങ്ങൾ ദുഃഖിതനോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണെങ്കിൽ നിങ്ങൾക്ക് ഭാരം കൂടുതലും അതുപോലെ തന്നെ ലോ വൈബ്രേഷനിൽ ഉള്ളതുപോലെയും തോന്നും. ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് ഉയർന്ന വൈബ്രേഷനുള്ള ചിന്തകളും വികാരങ്ങളും തിരഞ്ഞെടുക്കണമെന്നാണ്. അടുത്ത തവണ നിങ്ങളുടെ മനസ്സൊന്ന് തളർന്നാൽ ഒരു യേശുദാസിൻ്റെ പഴയ ഗാനം കേട്ട് അല്പം നൃത്തം ചെയ്ത് നിങ്ങളുടെ ഫ്രീക്വൻസി ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങളുടെ ദിവസം മുഴുവൻ മാറുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ കാണും. അപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ നിയമമാണ് സാദൃശ്യത്തിൻ്റെ നിയമം, അതായത് ലോ ഓഫ് കറസ്പോണ്ടൻസ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ സംഭവിക്കുന്നത് അത് നിങ്ങളുടെ പുറത്തും പ്രതിഫലിക്കും. ഇതാണ് ഈ നിയമം പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളും ചിന്തകളും നിങ്ങളുടെ പുറം ലോകത്തെ നേരിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് പുറത്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അകത്ത് എങ്ങനെയാണോ അതുപോലെ പുറത്തും എന്ന് ഈ നിയമം പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് തോന്നുവാണെങ്കിൽ ചുറ്റുമുള്ള എല്ലാം മികച്ചതായിട്ട് തോന്നും. നിങ്ങൾക്ക് മോശം തോന്നുന്നുവെങ്കിൽ ചുറ്റുമുള്ള എല്ലാം മോശമായിട്ട് തോന്നും. നിങ്ങൾക്കുള്ളിൽ സമാധാനം തോന്നുന്നുവെങ്കിൽ ചുറ്റുമുള്ള എല്ലാം സമാധാനപരമായിരിക്കും. എന്നാൽ ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദം അനുഭവപ്പെടും. അതായത് ഈ നിയമം വളരെ ശക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ ശില്പികളാണെന്ന് ഈ നിയമം നിങ്ങൾക്ക് ശക്തമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പുറം ലോകത്തെ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ, നിങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഭാവങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതമായി മാറുന്ന ഒരു വ്യക്തമായ ചിത്രം വരയ്ക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന കാര്യങ്ങളായി മാറും. നിങ്ങളുടെ ലോകത്തെ മാറ്റാൻ ആദ്യം നിങ്ങൾ സ്വയം മാറണം. അപ്പോൾ പുറം ലോകം അതിനെ പ്രതിഫലിപ്പിക്കും. ഈ നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ആദ്യം നിങ്ങളുടെ ആന്തരിക ലോകം പരിശോധിക്കുക. നിങ്ങളുടെ ചിന്ത എന്താണെന്ന്, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തിനെ പിന്തുണയ്ക്കുന്നു എന്ന്. നിങ്ങൾ മനസ്സിനെ ഒരു തോട്ടം പോലെ കാണും. നല്ല വിത്തുകൾ, അതായത് പോസിറ്റീവ് ചിന്തകൾ നട്ടാൽ മനോഹരമായ പൂക്കൾ, അതായത് നല്ല ഫലങ്ങൾ ലഭിക്കും. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വിത്ത് നടാൻ ശ്രമിക്കൂ. ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ സാദൃശ്യത്തിൻ്റെ നിയമം, അതായത് ലോ ഓഫ് കറസ്പോണ്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ നിയമമാണ് നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണത്തിൻ്റെ നിയമം. കൂടുതൽ ആളുകൾക്കും ഈ ഒരു നിയമത്തിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്.
ഒരുപോലെയുള്ളതിനെ ആകർഷിക്കുന്നു എന്ന് ഈ നിയമം പറയുന്നു. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നല്ലതായാലും ചീത്തയായാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇത് ഒരു തത്വശാസ്ത്രം മാത്രമല്ല, പുരാതന സംസ്കാരങ്ങളും ക്വാണ്ടം ഫിസിസ്റ്റുകളും അംഗീകരിച്ച ഒരു തത്വമാണ്. ഈ ആകർഷണ നിയമം ലോ ഓഫ് വൈബ്രേഷൻ, അതായത് വൈബ്രേഷന്റെ നിയമവുമായിട്ട് സമാനമായിട്ടുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ അല്ല ആകർഷിക്കുന്നത്, മറിച്ച് നിങ്ങൾ എന്താണോ അതിനെയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ആകർഷണ നിയമം പറയുന്നു. നിങ്ങൾക്ക് പണം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെ സാധ്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ കടലിലെ ഒരു തിരമാലയെ പോലെയാണ്. കാറ്റിലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളപ്പെടും. നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കാത്ത ഒരു കാര്യവും ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിക്കുന്നു എന്ന് കരുതി സ്വയം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ അതിൽ ഉദാരമായിരിക്കുക, അത് നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ആദ്യം നിങ്ങളെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 5ാമത്തെ നിയമമാണ് പ്രചോദിത പ്രവർത്തന നിയമം, അതായത് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സങ്കല്പിക്കുക, അവയെക്കുറിച്ച് ചിന്തിക്കുക, അവയുമായി യോജിപ്പിക്കുക. ഇതെല്ലാം നല്ലതാണ്, പക്ഷേ ഒന്നും മാറുന്നില്ല നിങ്ങൾ പ്രവർത്തിക്കാതെ. ഇതാണ് പ്രചോദിത പ്രവർത്തനത്തിന്റെ നിയമം. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി നിങ്ങളുടെ ചിന്തകളെ വിന്യസിക്കുകയും ഉറപ്പിക്കുകയും ദൃശ്യവൽക്കരിക്കുകയും ചെയ്യാമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കാതെ ഒന്നും മാറുന്നില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. എന്നിരുന്നാലും ഇത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല, മറിച്ച് പ്രചോദിതമായ പ്രവർത്തനമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളോടും ഉൾവിളിയോടും ആന്തരിക മാർഗനിർദ്ദേശത്തോടും യോജിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഉത്ഭവിക്കുന്ന പ്രവർത്തനമാണിത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രേരക ശക്തിയാണ് ഈ നിയമം. ആകർഷണ നിയമം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി യോജിപ്പിക്കാൻ സഹായിക്കുമ്പോൾ, ഈ പ്രചോദിത പ്രവർത്തന നിയമം നിങ്ങളെ ആ ആഗ്രഹങ്ങളുടെ ദിശയിലേക്ക് നയിക്കുന്നു. ചിന്തകളുടെ അദൃശ്യ ലോകത്തെയും യാഥാർത്ഥ്യത്തിന്റെ സ്പർശനീയമായ ലോകത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാൻ നിങ്ങൾ ഒരു പങ്ക് വഹിക്കണം. പ്രചോദിതമായ പ്രവർത്തനം നിർബന്ധിതമല്ല. അത് നിരാശയിൽ നിന്നോ ഭയത്തിൽ നിന്നോ ജനിക്കുന്നില്ല. പകരം അത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള സന്തോഷകരവും ആവേശകരവുമായൊരു ചലനമാണ്. അത് സ്വാഭാവികവും അനായാസകരവും നിങ്ങൾ ആരാണോ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നതുമായി തോന്നും. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങൾക്ക് അത്രയധികം ആവേശം തോന്നുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാൻ പ്രേരിതമാകുന്നത് നിങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് നിങ്ങളത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, അതായത് പ്രചോദിത പ്രവർത്തനത്തിന്റെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 6ാമത്തെ നിയമമാണ് ഊർജ പരിവർത്തനത്തിന്റെ നിയമം, ലോ ഓഫ് ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. ഈ ഊർജത്തിന്റെ പരിവർത്തന നിയമം എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വാക്കുകളും ഉൾപ്പെടെ എല്ലാം ഊർജത്തിനാൽ നിർമ്മിതമാണെന്നും ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്നും ഈ നിയമം നമ്മളോട് പറഞ്ഞു തരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അത് അവിടെ അവസാനിക്കുന്നില്ല, അത് പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുന്ന ഒന്നായി മാറുന്നു. ചിന്തകൾ വസ്തുക്കളായി മാറുന്നു എന്ന ആശയം ഈ നിയമത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചിന്തകളും വികാരങ്ങളും ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാൽ നിങ്ങൾ നല്ല ചിന്തകളും വികാരങ്ങളും തിരഞ്ഞെടുക്കണം. ഇത് മനഃപൂർവ്വം ചെയ്യണം. ഒരു മോശം ചിന്തയിൽ കൂടുതൽ നേരം തങ്ങരുത്, അല്ലാത്ത പക്ഷം അതൊരു മോശം സാഹചര്യമായി മാറിയേക്കാം. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ അവയെ മാറ്റാൻ വേഗത്തിൽ ശ്രമിക്കുക. ആ നെഗറ്റീവ് ചിന്തയുടെ ഊർജം ഒരു നല്ല ചിന്ത കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. നെഗറ്റീവ് ചിന്ത യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഇത് വേഗത്തിൽ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഊർജ്ജമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഊർജ്ജത്തിന്റെ പരിവർത്തന നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി 7ാമത്തെ നിയമമാണ് കാരണവും ഫലവും തമ്മിലുള്ള നിയമം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അതിന് നമ്മൾ കാര്യകാരണ നിയമം എന്നും പറയും. ഈ നിയമം മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കർമ്മ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് ഈ നിയമം പറയുന്നു. നിങ്ങൾ മറ്റുള്ളവരോടോ ലോകത്തോടോ എന്ത് ചെയ്യുന്നുവോ അത് നിങ്ങളിലേക്ക് തിരികെ വരും. ഇത് കർമ്മത്തിൻ്റെ നിയമമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ കാരണം മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയോ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുകയോ ചെയ്യുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾ മോശം കാര്യങ്ങൾ ചെയ്താൽ അത് നിങ്ങളെയും ബാധിക്കും. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഈ നിയമം മനസ്സിലാക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഫലങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന കാരണങ്ങൾ മാറ്റണം എന്ന അറിവ് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. നിങ്ങൾ വെറുപ്പ് വിതച്ചാൽ ഒരിക്കലും സ്നേഹം കൊയ്യാൻ കഴിയില്ല. പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ എന്തയക്കുന്നുവോ അത് നിങ്ങൾക്ക് കൃത്യമായി തിരികെ ലഭിക്കും. നിങ്ങൾ സ്നേഹം നൽകിയാൽ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. നിങ്ങൾ പണം നൽകിയാൽ നിങ്ങൾക്ക് പണം ലഭിക്കും. നിങ്ങൾ ചെയ്യുന്നതോ പറയുന്നതോ ആയ കാര്യങ്ങൾ വെറുതെ അപ്രത്യക്ഷമാകുന്നില്ല. അത് നിങ്ങളെ പ്രതിഫലമായി തേടിയെത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അതുടൻ തന്നെ തിരികെ വന്നില്ലെങ്കിലും അത് തീർച്ചയായും തിരികെ വരും. നമ്മൾ മലയാളികൾ പറയാറില്ലേ, നിങ്ങളുടെ കർമ്മം നിങ്ങളെ വിടാതെ പിന്തുടരുമെന്ന്. ഈ നിയമം നിങ്ങളെ ശക്തനാക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങൾ മാറ്റാൻ നിങ്ങളുടെ കാരണങ്ങൾ മാറ്റിയാൽ മാത്രം മതി. അടുത്ത തവണ നിങ്ങളുടെ അയൽക്കാരന് ഒരു പുഞ്ചിരി സമ്മാനിക്കുക, ഒരു ചെറിയ സഹായം നൽകുക. ആ പോസിറ്റീവ് കർമ്മ തിരികെ വരും. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം ഞാൻ പറയട്ടെ. അതായത് എന്തുകൊണ്ടാണ് മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ആളുകളിലേക്ക് എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന്. ഇത് കുറേ കാലമായിട്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഞാൻ പഠിച്ച ഗുരുക്കന്മാരോടും എല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ ആദ്യകാലങ്ങളിലൊന്നും കിട്ടിയില്ല. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് വന്നപ്പോഴാണ് എനിക്കതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയത്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഈ ഒരു കർമ്മയെക്കുറിച്ച് മാത്രം, ഈ നിയമങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവർക്കും കാര്യകാരണ നിയമത്തിനെക്കുറിച്ച്, അതായത് കർമ്മ നിയമം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 8ാമത്തെ നിയമമാണ് പ്രതിഫലനത്തിൻ്റെ നിയമം, ലോ ഓഫ് കോമ്പൻസേഷൻ, അതായത് നഷ്ടപരിഹാര നിയമം എന്നും വിളിക്കും. നമ്മുടെ ഈ അടുത്ത നിയമം നമ്മൾ നേരത്തെ സംസാരിച്ച ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, കർമ്മ നിയമം, പിന്നെ ഊർജത്തിൻ്റെ പരിവർത്തന നിയമം എന്നിവയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. അതാണ് ഈ ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാവും ഇത് പണവുമായിട്ടുള്ള ബന്ധമുള്ള നിയമമാണോ എന്ന്. ഭാഗികമായി ഇത് ശരിയാണ്, പക്ഷെ അതിനപ്പുറം വലിയൊരു കാര്യമുണ്ട് ഇതിൽ. ഈ നിയമം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് നൽകുന്ന മൂല്യത്തിന് ആനുപാതികമായി നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതായത് നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്ന തത്വത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് മൂല്യം നൽകുന്നുവോ, അതായത് എന്ത് വാല്യൂ നമ്മൾ നൽകുന്നുവോ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇത് വെറും പണപരമായോ ഭൗതികകരമായോ ഉള്ള നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ നിയമം അതിൻ്റെ എല്ലാം അപ്പുറമാണ്. ഇത് സ്നേഹം, ദയ, സന്തോഷം, സമാധാനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്നേഹം സ്വതന്ത്രമായി നൽകുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ഒരു അപരിചിതനോട് പോലും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ആ സ്നേഹം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ സന്തോഷം പ്രചരിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ
നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. ഒരു ദുഃഖിതനായ വ്യക്തിക്ക് ഒരു പുഞ്ചിരി നൽകുമ്പോൾ ആ പുഞ്ചിരി നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ആ ഒരു സന്തോഷം ചെറുതല്ലല്ലോ. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ സമയം ചെലവഴിക്കുമ്പോൾ, നിങ്ങളുടെ അറിവ് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ കഴിവിന് പ്രതിഫലം ലഭിക്കും. ചിലപ്പോൾ അത് പണമൊന്നും ആയിരിക്കില്ല, പക്ഷെ അത് നിങ്ങൾക്ക് മനസമാധാനമോ പുതിയ അവസരങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നുള്ള സഹായമോ ആയിരിക്കാം. ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നുവോ, എത്രത്തോളം മൂല്യം അവർക്ക് നൽകുന്നുവോ, അത്രത്തോളം ഈ പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ്. ഒരു ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണിത്. നിങ്ങൾ കൂടുതൽ നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശയും ലാഭവും ലഭിക്കും. അതുപോലെ നിങ്ങൾ കൂടുതൽ സ്നേഹവും ദയയും സഹായവും നൽകിയാൽ അത് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ നന്മയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കും. ഈ നിയമം നമ്മളെ സ്വാർത്ഥരാകാതെ മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് സംഭാവനകൾ നൽകാനും പ്രചോദിപ്പിക്കുന്നു. കാരണം നമ്മൾ നൽകുന്നതെല്ലാം എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് കോമ്പൻസേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 9ാമത്തെ നിയമമാണ് ആപേക്ഷികതാ നിയമം, ലോ ഓഫ് റിലേറ്റിവിറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത നിയമം നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റാൻ കഴിവുള്ള ഒന്നാണ്, ആപേക്ഷികതാ നിയമം. ഈ നിയമം പറയുന്നത് ഒന്നും തനിയെ നല്ലതോ ചീത്തയോ അല്ല, കാര്യങ്ങൾ അവയ്ക്ക് നിങ്ങൾ നൽകുന്ന അർത്ഥമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം, പക്ഷേ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ മൂല്യം അതിനെ താരതമ്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന്. അതിനുവേണ്ടി ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ. ഉദാഹരണത്തിന്, ഒരു സാധാരണ ദിവസത്തെ മഴ നിങ്ങൾക്ക് നല്ലതായി തോന്നാം. അതായത് മഴക്കാലത്തെ അല്ല, ഒരു സാധാരണ ദിവസത്തെ മഴ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുമല്ലോ അല്ലേ? കാരണം അത് നിങ്ങളുടെ ചെടികളെ നനയ്ക്കുന്നു. പക്ഷേ ഒരു ക്രിക്കറ്റ് കളിക്കാരന് അത് ചീത്തയായിട്ട് തോന്നാം, കാരണം അത് കളി മുടക്കുന്നു. ഒരേ സംഭവം, പക്ഷേ 2 പേർക്ക് 2 രീതിയിൽ തോന്നി. എന്തുകൊണ്ടാണ്? കാരണം അവർ അതിന് നൽകുന്ന അർത്ഥം വ്യത്യസ്തമാണ്. ഈ നിയമം നമ്മളോട് പറയുന്നു, നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും ഒരല്പം പിന്നോട്ട് മാറി അവയെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ കാണാൻ. നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമായി തോന്നുന്നത് മറ്റൊരാളുടെ വലിയ പ്രശ്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ തടസ്സമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ ഒരു ചെറിയ നേട്ടമായി കാണുന്നത് മറ്റൊരാൾക്ക് ഒരു ജീവിതകാലത്തെ സ്വപ്നമായിരിക്കാം. ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെയും ലേബൽ ചെയ്യേണ്ടതില്ല എന്നാണ്. അതായത് ഒരു സംഭവം നടക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉടനെ തന്നെ പറയേണ്ടതില്ല. പകരം അതിനെ ഒരു കാരണത്തിന്റെ ഫലമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ നിഷ്പക്ഷമാണ്. അതിന് തനിയെ നല്ലതോ ചീത്തയോ ആയ സ്വഭാവമില്ല. നിങ്ങൾ അതിനെ നല്ലതെന്നോ ചീത്തയെന്നോ ലേബൽ ചെയ്യുമ്പോൾ മാത്രമാണ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു പരീക്ഷയിൽ നിങ്ങൾ തോറ്റു എന്ന് കരുതുക. ഈ നിയമം അനുസരിച്ച് തോൽവി എന്നത് ഒരു നിഷ്പക്ഷമായ ഒരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ അതിനെ മോശം എന്ന് ലേബൽ ചെയ്താൽ നിങ്ങൾക്ക് ദുഃഖവും നിരാശയും തോന്നും. എന്നാൽ നിങ്ങൾ അതിനെ പഠിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു വെല്ലുവിളി എന്ന ലേബൽ ചെയ്താൽ നിങ്ങൾ അതിനെ പോസിറ്റീവായി കാണാനും മുന്നോട്ട് പോകാനും പഠിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശരിയായ അർത്ഥം നൽകാൻ നിങ്ങൾ തീരുമാനിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. കാരണം ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഈ നിയമം നിങ്ങളെ കൂടുതൽ ക്ഷമയുള്ളവരും വിവേകമുള്ളവരുമാക്കി മാറ്റാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ആപേക്ഷികതാ നിയമം, അതായത് ലോ ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 10ാമത്തെ നിയമമാണ് ധ്രുവീകരണ നിയമം, അതായത് ലോ ഓഫ് പൊളാരിറ്റി. നമ്മുടെ അടുത്ത നിയമം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സവിശേഷതയെക്കുറിച്ച് സംസാരിക്കുന്നു, അതായത് ധ്രുവീകരണ നിയമം, ദ ലോ ഓഫ് പൊളാരിറ്റി. ഈ നിയമം പറയുന്നത് എല്ലാറ്റിനും 2 അറ്റങ്ങളുണ്ട് എന്നാണ്. എല്ലാറ്റിനും ഒരു വിപരീതമുണ്ടെന്ന്.
ഇതൊരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒരു വശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? രണ്ട് വശങ്ങളും ഒരു നാണയത്തിന് അനിവാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഒരു തുടക്കവും ഒരു ഒടുക്കവുമില്ലേ? ഉണ്ട്. ഒരു ആത്മീയ ലോകവുമുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകവുമുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഭൂമിയിൽ വടക്കൻ ധ്രുവവുമുണ്ട്, തെക്കൻ ധ്രുവവുമുണ്ട്, ഇല്ലേ? അതായത് നോർത്ത് പോളും സൗത്ത് പോളും. പിന്നെ നല്ലതും ചീത്തയുമുണ്ട്. അതുപോലെ തന്നെ ചൂടുമുണ്ട്, തണുപ്പുമുണ്ട്. അങ്ങനെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഈ നിയമം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലതും ചീത്തയും മാറി മാറി വരുമോ എന്ന്. അതെ, പ്രപഞ്ചത്തിൻ്റെ താളം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധ്രുവീകരണ നിയമം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും വെളിച്ചത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ അവസരങ്ങളുടെ വിത്തുകളുണ്ട് എന്നാണ്. നിങ്ങളുടെ അഗാധമായ ദുഃഖത്തിൽ പോലും സന്തോഷിക്കാനുള്ള കഴിവ് നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശം അവസ്ഥയിൽ വരുമ്പോൾ അതിൻ്റെ വിപരീതമായ നല്ല അവസ്ഥയും അവിടെ ഉണ്ടെന്ന് ഓർക്കുക. അതായത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പോലെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ നിയമം നിങ്ങൾക്ക് പ്രതീക്ഷയും ഉൾക്കാഴ്ചയും നൽകും. പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കും. കാരണം ഓരോ നെഗറ്റീവ് അവസ്ഥയിലും അതിൻ്റെ വിപരീതമായ ഒരു പോസിറ്റീവ് അവസ്ഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെളിച്ചം ഉള്ളിടത്ത് നിഴലുമുണ്ട്, നിഴലുള്ളിടത്ത് വെളിച്ചത്തിനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് പൊളാരിറ്റിയെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 11ാമത്തെ നിയമമാണ് താള നിയമം, അതായത് ലോ ഓഫ് റിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത നിയമം പ്രകൃതിയുടെ ഒരു അടിസ്ഥാനപരമായ താളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് താളത്തിൻ്റെ നിയമം, ലോ ഓഫ് റിതം. ഈ പ്രപഞ്ചത്തിന് ഒരു സ്വാഭാവികമായ താളമോ ഒഴുക്കോ ഉണ്ട്. അത് തടസ്സപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിന് അത്ര ഇഷ്ടമല്ല. ഈ നിയമം നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാം ഒരു ചക്രത്തിലോ ഒരു മാതൃകയിലോ, അതായത് ഒരു പാറ്റേണിലോ നീങ്ങുന്നു എന്നാണ്. ഒരു പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ, അല്ലെങ്കിൽ ഋതുക്കൾ മാറുന്നത് പോലെയാണിത്. അതായത് കടലിലെ തിരമാലകൾ അകത്തേക്കും പുറത്തേക്കും ഒഴുകുന്നത്, പകല് രാത്രിയാകുന്നത്, ശീതകാലം വസന്തത്തിന് വഴിമാറുന്നത്, സസ്യങ്ങൾ വളരുന്നതും പിന്നീട് വാടുന്നതും. ഇവയെല്ലാം ഈ താള നിയമത്തിന് ഉദാഹരണങ്ങളാണ്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഈ താളമായ ചലനത്തിന് വിധേയമാണ്. നിങ്ങളുടെ ജീവിതവും ഈ സ്വാഭാവിക താളങ്ങൾക്ക് വിധേയമാണെന്ന് ഈ നിയമം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കാനാണ്. കാര്യങ്ങൾ അവയുടെ സ്വാഭാവികമായ സമയത്ത് സംഭവിക്കാൻ അനുവദിക്കുക. ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അതൊറ്റ രാത്രി കൊണ്ട് മരമാവില്ലല്ലോ, അല്ലേ? അതിന് വളരാൻ അതിൻ്റെ സമയമെടുക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ സമയക്രമത്തിൽ നിർബന്ധിച്ച് നടത്താൻ ശ്രമിക്കുമ്പോൾ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. അത് ഫലവത്താവില്ല. നിങ്ങൾക്ക് നിരാശയും ദേഷ്യവും തോന്നും. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഓരോ വിളയ്ക്കും അതിൻ്റെതായ കാലമെന്ന്. അതുപോലെയാണ് ജീവിതവും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഈ താളത്തിൻ്റെ ഭാഗമായി കാണുക. ഒരു താഴ്ന്ന അവസ്ഥ വരുമ്പോൾ അതിനൊരു താൽക്കാലിക ഘട്ടമാണെന്നും ഉയർന്ന അവസ്ഥ വരാൻ പോകുന്നു എന്നും മനസ്സിലാക്കുക. ഈ നിയമം നിങ്ങൾക്ക് മനസ്സമാധാനവും കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവും നൽകും. പ്രപഞ്ചത്തിൻ്റെ ഈ താളത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമവും സന്തോഷകരവുമാവും. ഇനി 12ാമത്തെ നിയമമാണ് ലിംഗഭേദ നിയമം, അതായത് ലോ ഓഫ് ജെൻഡർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമമാണ് ലിംഗഭേദ നിയമം. ഈ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഇതൊരു പുരുഷനോ സ്ത്രീയോ ആകുന്നതിനെ കുറിച്ചൊന്നുമല്ല. ഈ നിയമത്തിന് നമ്മുടെ ശാരീരിക ലിംഗഭേദവുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിലുള്ള പുരുഷ ഊർജത്തെ, അതായത് മസ്കുലൈൻ എനർജി, സ്ത്രീ ഊർജത്തെയും, അതായത് ഫെമിനൈൻ എനർജിയെക്കുറിച്ചുമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലുമുണ്ട് ഈ രണ്ട് ഊർജങ്ങൾ. അതിനെക്കുറിച്ചാണ് ഈ നിയമം സംസാരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഈശ്വര സങ്കല്പങ്ങളിൽ പോലും ഈ രണ്ട് ഊർജങ്ങളുടെ പ്രാധാന്യം കാണാം. ശിവനും ശക്തിയും
ശിവൻ പുരുഷ ഊർജത്തെയും ശക്തി സ്ത്രീ ഊർജത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ രണ്ട് ഊർജങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പുരുഷ ഊർജം, അതായത് മസ്കുലൻ എനർജി, ഇത് ലക്ഷ്യബോധം, യുക്തി, അച്ചടക്കം, പ്രവർത്തനം, സംരക്ഷണം, സ്ഥിരത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ പോലെയാണ് ഈ ഊർജം, അതായത് മസ്കുലൻ എനർജി. അതായത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഊർജമാണിത്. ഇനി ഫെമിനൈൻ എനർജി, അതായത് സ്ത്രീ ഊർജം. ഇത് സ്വർഗാത്മകത, ഉൾക്കാഴ്ച, സഹാനുഭൂതി, സ്വീകാര്യത, സ്നേഹം, വളർത്തൽ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒഴുകി നടക്കാനും കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ഭംഗി കണ്ടെത്താനും ഈ ഊർജം നമ്മളെ സഹായിക്കുന്നു. ഈ രണ്ട് ഊർജങ്ങളിൽ ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമോ മികച്ചതോ അല്ല. ഇവ രണ്ടും പരസ്പരം വിപരീതങ്ങളാണെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഒരു പാട്ടിന്റെ താളവും ഈണവും പോലെ രണ്ടും ചേരുമ്പോഴാണ് പാട്ട് പൂർണ്ണമാകുന്നത്, അല്ലേ? ഈ ലിംഗഭേദ നിയമം മനസ്സിലാക്കുന്നത് സന്തുലിതാവസ്ഥയുടെ, അതായത് ബാലൻസിന് പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ പൂർണ്ണ സാധ്യതയിലെത്താൻ നമ്മുടെ ഉള്ളിലുള്ള പുരുഷ സ്ത്രീ ഊർജങ്ങളെ സമന്വയിപ്പിക്കണം. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ മൃദുവായ സ്വർഗാത്മകമായ സ്ത്രീ ഊർജത്തെ അംഗീകരിക്കുക. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയും ലക്ഷ്യബോധവുമുള്ള പുരുഷ ഊർജത്തെ അംഗീകരിക്കുക. ഇതൊരു പുരുഷൻ കുറവ് പുരുഷനാകുന്നതിനെ കുറിച്ചോ അല്ലെ സ്ത്രീ കുറവ് സ്ത്രീ ആകുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നേ. ഇതൊരു ഊർജത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ ആ രീതിയിൽ വേണം എടുക്കാൻ. മറിച്ച് നമ്മുടെ സ്വഭാവത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ട് പൂർണ്ണ വ്യക്തിയായിട്ട് മാറുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഉള്ളിലെ ഈ രണ്ട് ഊർജത്തെയും മനസ്സിലാക്കി അവയെ സന്തുലിതമാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരും സ്വർഗാത്മകരും സന്തോഷമുള്ളവരുമായി മാറും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും വ്യക്തതയും ഒഴുക്കും ഇത് കൊണ്ടുവരും. അപ്പോൾ ലോ ഓഫ് ജെൻഡറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആകെ ഞാനിപ്പോൾ 12 നിയമങ്ങളെക്കുറിച്ചാണ്, പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ നിയമങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഈ 12 നിയമങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലെ 12 അത്ഭുതകരമായ നിയമങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഈ നിയമങ്ങൾ വെറും പുസ്തകങ്ങളിലെ തത്വങ്ങളൊന്നും അല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കുന്ന ശക്തികളാണ്. പുരാതന കാലം മുതൽക്കേ ഏറ്റവും വിവേകികളായ ആളുകൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ അവയെ അവയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചു. നമ്മൾ ഈ നിയമങ്ങളെ പിന്തുടരാതിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിന് എതിരായി നീന്തുന്നത് പോലെയാണ്. അത് ജീവിതത്തെ വളരെ കഠിനമാക്കും. ഇത് ആരെങ്കിലും നിങ്ങളെ ശിക്ഷിക്കുന്നത് പോലെയൊന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് നദിക്ക് എതിരായിട്ട് നിങ്ങൾ നീന്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. അമിതമായ ഊർജം നഷ്ടപ്പെടുകയും നിരാശയാകുകയും ആയിരിക്കും ഫലം. എന്നാൽ നിങ്ങൾ ഈ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവയെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പുഴ പോലെ ശാന്തമായും സന്തോഷമായും ഒഴുകി തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്കൊരു മാന്ത്രിക ഊർജം ലഭിച്ചതുപോലെ തോന്നും. കാരണം നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്താൻ തുടങ്ങുകയാണ്. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ദിവസവും കൂടുതൽ ബോധത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്